ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കൊളോണിയൽ രീതികളിൽ നിന്ന് മുക്തി നേടാനെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വിദ്യാഭ്യാസം തൊഴിൽദാതാക്കളെയാണ് ഉണ്ടാക്കേണ്ടത്, തൊഴിൽ അന്വേഷികളെയല്ലെന്നും ഗവർണർ പറഞ്ഞു. The colonial thought process of the education system and what the colonizers, those who had came here, they wanted the people of India to be slaves. And so the whole system of education was drafted in that way, that manner. We needed something different. Unfortunately, we could not do it after independence. We should have done. As mentioned just earlier here, my earlier speakers, it is good that we are implementing the National Education Policy 2020. It gives us something different. It tells us what we want to be. If you go through the very document of the education policy, you will understand how the students and our children, our next generation will be brought up in the society. അഖിൽ കെയുണ്ട് വിവരങ്ങൾ നൽകാൻ. അഖിൽ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് സർക്കാർ അടക്കം. ഇതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ഈ പുതിയ പാഠ്യപദ്ധതി വരണം, അതിലൂടെ NEP-യെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്? ശ്രുതി, അതായത് കാഞ്ഞിരപ്പള്ളിയിലെ അമൽ ജ്യോതി കോളേജിൽ നടന്ന പരിപാടിയിലായിരുന്നു വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ എന്ന് പറയുന്നത്. ഗവർണർ കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ NEP അല്ലെങ്കിൽ ദേശീയ നാഷണൽ പദ്ധതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പോളിസി, അത് കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരത്തിൽ ഈ കൊളോണിയൻ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ്. അതായത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ അടിമകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു പാഠ്യപദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കിയത്. അപ്പോൾ അത് ഇപ്പോഴും തുടർന്നു പോരുകയാണ്. അതല്ല വേണ്ട, നമുക്ക് പുതിയൊരു പാഠ്യപദ്ധതി 2047 ഡെവലപ്ഡ് കൺട്രിയായി മാറുമ്പോൾ, അതായത് വികസിത രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ അതിനൊക്കെയുള്ള ഒരു ചുവട്ടുപടി, അതിന് വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് അതിൽ പങ്കുവയ്ക്കണമെങ്കിൽ അതിന്റെ നമ്മളിപ്പോൾ പിന്തുടരുന്ന ഈ പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയം അതിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു പോളിസിയിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനാണ് താൻ ഇവിടെ എത്തിയെന്ന കാര്യം കൂടി ഗവർണർ അതിനൊപ്പം ചേർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അടിമകളായി ജീവിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ പാഠ്യപദ്ധതി അത് നമ്മൾ ഇപ്പോഴും തുടർന്നു പോരുകയാണ്. അതിൽ നിന്ന് മാറ്റം വരണം എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. അതിന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ NEP അല്ലെങ്കിൽ ദേശീയ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് ഗവർണർ പറയുന്നത്. ആ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് നടപ്പാക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗവർണർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ നടപ്പാക്കില്ല എന്നെങ്കിൽ ഇപ്പോൾ തുടർന്ന വിഷയങ്ങളെക്കുറിച്ച് ഗവർണർ പറഞ്ഞില്ല എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു കാര്യം വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് ഇത് എന്തിന് നടപ്പാക്കുന്നു, ഇതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോളിസി കൊണ്ടുവന്ന പുതിയ നയം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യം കൂടി സ്വാഭാവികമായും ഇതിന് ഗവർണർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണെന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ വ്യാപക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ വിഭിന്നമായി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിഭിന്നമായ ഒരു BJP ഭരിക്കുന്ന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഒരു ഗവർണർ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.